എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹിറ്റാച്ചിയെയും ജൂസോയെ ആയിരിക്കും കാണിക്കുക. ഉടനെ ജൂസോ അവൻ ഹിറ്റാച്ചിയോട് ചോദിക്കും, നിനക്ക് മൈഗയുടെ പപ്പ മൈട്ടായെ കുറിച്ച് അറിയോ? ആള് ഭയങ്കര പവർഫുൾ ആണ്. ഇന്നേ വരെ അത്രയും പവറുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മൈട്ടായുടെ ഫൈറ്റിംഗ് സ്കില്ല് കണ്ട് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. ഒരേ ടൈം അവൻ 4 പേരെ കൊന്നു. 3 പേരെ മാത്രമാണ് അവന്റെ മുൻപിൽ നിന്ന് ജീവനോട് കൂടെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. ടൈജിപ്സുവില് അത്രയും പവർഫുൾ ആയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആക്ച്വലി അവന്റെ അത്രയും പവർ ഞാൻ ആർക്കും കണ്ടിട്ടുമില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാൻ പോവാണ്. അത് കേട്ട് നിനക്ക് ഹേർട്ട് ഫീലിംഗ് ഒന്നും തോന്നരുത്. എന്റെ ഡീറ്റെയിൽസ് ഒന്നും നീ ഇനി ചോദിക്കാൻ പാടില്ല. നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാനും ചോദിക്കില്ല എന്ന് അവൻ പറയും. അതിന് ഹിറ്റാച്ചി അവൻ പ്രത്യേകിച്ചൊന്നും മറുപടി പറയാതെ അങ്ങനെ നിൽക്കും. ഉടനെ അവന് കലി കയറി അവന്റെ സ്ക്വാഡ് എടുത്ത് ഹിറ്റാച്ചിയുടെ കഴുത്തിൽ വെക്കും. അപ്പോഴും ഹിറ്റാച്ചിക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവൻ പറയും, ഒരേ ഒരു കാര്യം അതെനിക്കറിയണം. നിന്റെ എബിലിറ്റി എന്റെ എബിലിറ്റി ഈ ഒരു ബ്ലേഡ് വെച്ച് എല്ലാവരെയും തകർക്കുക എന്നതാണ്. അതിനും ഹിറ്റാച്ചി പ്രത്യേകിച്ചൊന്നും പറയില്ല. അതിനവൻ പറയും, നിന്റെ എബിലിറ്റി എനിക്കറിയാം. ഉച്ചിയ ക്ലാനെ പോലും ഇല്ലാതാക്കിയ ശരീരം കണ്ണുള്ള സാക്ഷാൽ ഹിറ്റാച്ചി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോർമേഷൻ അറ്റാക്ക് അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കണം. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കഷൻ ഒക്കെ നടത്തി ഫസ്റ്റ് മിഷന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുടെ മുൻപിലേക്ക് വരും. അവരാണെങ്കിൽ ഏതോ ഒരാളെ പെട്ടിയിൽ തൂക്കി മുൻപോട്ട് നടന്നു വരികയാണ്. അവർ നമ്മുടെ ആൾക്കാരെ കണ്ട് വളരെ ടെൻഷനായി അങ്ങനെ നിൽക്കും. പക്ഷെ അടുത്ത സെക്കൻഡില് അവരുടെ മുഖഭാവമൊക്കെ മാറി അവർ കത്തിയൊക്കെ എടുത്ത് ജൂസോയെയും ഹിറ്റാച്ചിയെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഹിറ്റാച്ചി ഉടനെ അവന്റെ ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് അങ്ങനെ മുഴുവനായിട്ടും കത്തിക്കാനായിട്ട് ആരംഭിക്കും. അതേസമയം ജൂസോ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവരെ എല്ലാം വെട്ടി വീശും. അവസാനം ആ വലിയ സ്ക്വാഡ് എടുത്ത് ജൂസോ ആ ഒരു പെട്ടിയില് ആഞ്ഞു വെട്ടും. പെട്ടിയിൽ ആരാണ് ഉള്ളതെന്ന് പോലും അവൻ നോക്കില്ല. ചോര തുളുമ്പി ആ പെട്ടിയിലുള്ള ആള് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. ജൂസോ പറയും, ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. കൊല്ലാൻ പറഞ്ഞ കൊല്ലണം, തല്ലാൻ പറഞ്ഞ തല്ലണം. അതാരാണെന്ന് പോലും നമ്മൾ നോക്കാനായിട്ട് പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് ആവുമ്പോൾ ഹിറ്റാച്ചിയും ജൂസോയും അവർ രണ്ടുപേരും ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ആ തീക്ക് മുൻപിൽ ഇരിക്കുകയാണ്. ഹിറ്റാച്ചി ചോദിക്കും, നമ്മുടെ ലീഡർ അദ്ദേഹം ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്ന പുതിയൊരു പദ്ധതിയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അതെന്താണെന്ന് ശരിക്കും നിനക്കറിയോ? ജൂസോ പറയും, അതെ, അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ പ്ലാൻ. അതിന്റെ യഥാർത്ഥ പിക്ചർ അത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായി. എല്ലാ അക്കാസ്കി മെമ്പേഴ്സും ഉടനെ ഒന്നിക്കണം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞു. അടുത്ത സെക്കൻഡില് അക്കാസ്കി ടീം എല്ലാവരും ഒരേ സ്ഥലത്ത് ഒന്നിക്കുകയാണ്. ഉടനെ പെയിൻ പറയും, നമ്മളുടെ അക്കാസ്കി ടീം നല്ലതുപോലെ വളരുന്നുണ്ട്. നമുക്ക് ഒരുപാട് വലിയ വലിയ മിഷൻസ് ഒക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനിയും പണവും നമ്മുടെ സ്ട്രെങ്തും ഫോർമേഷനും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയൂ. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ്. നമുക്ക് ആവശ്യം ടെയിൽഡ് ബീസ്റ്റുകളെയാണ്. ടോട്ടലായിട്ട് 9 ടെയിൽഡ് ബീസ്റ്റുകളുണ്ട്. അവറ്റകൾ ഓരോരുത്തരും ഓരോ ഗ്രാമങ്ങളിലാണ്. അവറ്റകളെ മുഴുവൻ കണ്ടുപിടിച്ച് ഇവിടെ അസംബിൾ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മുടെ മെയിൻ പ്ലാൻ അത് വർക്കൗട്ട് ചെയ്യാൻ കഴിയൂ. ആ 9 ടെയിൽഡ് ബീസ്റ്റുകൾ അവറ്റകൾ ഉപയോഗിച്ച് പുതിയ വേൾഡ് ഈ അക്കാസ്കി ടീം ക്രിയേറ്റ് ചെയ്യും. അവിടെ നമ്മൾ സമാധാനം പുനഃസ്ഥാപിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജൂസോ അവനാകെ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ജൂസോയും ഹിറ്റാച്ചിയും അവർ ടെയിൽഡ് ബീസ്റ്റിനെ അന്വേഷിച്ച് പോകുന്നത് ജൂസോയുടെ ഗ്രാമത്തിലേക്കാണ്. അവൻ ഒരുപാട് വിഷമത്തിലും ദേഷ്യത്തിലും അങ്ങനെ അടിച്ചു പറയും, എനിക്കിത് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എന്റെ മുൻപിൽ വേറെ വഴിയില്ല. അക്കാസ്കി ടീമിന് വേണ്ടി ഇത് ചെയ്തേ തീരുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ജൂസോയുടെ ഗ്രാമം ലക്ഷ്യമാക്കി അങ്ങനെ മുൻപോട്ട് നടക്കും. ജൂസോ പറയും, ഹിറ്റാച്ചി, നീയും ആ ഒറോച്ചിമാറും നിങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലീഫ് വില്ലേജിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടേക്ക് വന്നത് ഒട്ടും ശരിയായില്ല. അത്രയും നല്ലൊരു വില്ലേജിൽ ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്റെ വില്ലേജ് ആ ഹിഡൻ മിസ്റ്റ് വില്ലേജ് ആണ്. അത്രയും ബാഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ഞാൻ കണ്ടിട്ടില്ല. എന്നെ പോലുള്ള റോക്ക് നിഞ്ചകളെ തല്ലിക്കൊല്ലാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേക ടീം തന്നെ തയ്യാറായി നിൽപ്പുണ്ട്. ഇൻ കേസ് ഹിഡൻ മിസ്റ്റ് വില്ലേജിൽ വെച്ച് ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിൽ നീ എന്നെ കൊന്നു കളയണം. അത് കേട്ട് ഹിറ്റാച്ചി ഇപ്പൊ ഡബിൾ ഷോക്കാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജൂസോ അവൻ മെയിൻ ഗേറ്റ് വഴി അങ്ങനെ കടന്നു വരും. ആ ഗ്യാപ്പിൽ ഹിറ്റാച്ചി ബാക്കിലൂടെ അവന്റെ ജിപ്സും ഒക്കെ ഉപയോഗിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കും. ഒരു വിധത്തില് നമ്മുടെ 2 ആശാമാരും അവിടേക്ക് കയറി പറ്റും. അവരുടെ കണ്ണിൽ കണ്ട എല്ലാവരെയും വെട്ടിവീശി അവർ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ 4th മിസിഗാഗ. ജൂസോ പറയും, ഇതാണ്
ഫോർത്ത് മിസുകാകെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇവരുടെ മുൻപിൽ എന്ത് സംഭവിക്കാം. ചിലപ്പോൾ നമുക്ക് ജീവനോട് കൂടെ തിരികെ പോവാൻ കഴിഞ്ഞില്ലെന്ന് പോലും വരാം. ഉടനെ മിസുകാക പറയും, ജൂസോ, ഇത്രയും കാലവും ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. ഇനി ഒരിക്കലും നീ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ല. നീ മാത്രമല്ല, നിന്റെ പാർട്ട്ണർ ഹിറ്റാച്ചി, അവനും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെട്ടു പോവില്ല. അടുത്ത സെക്കൻഡ് ഹിറ്റാച്ചിയും ജൂസോയും അവർ രണ്ടുപേരും ചാടി വീണ്, ജൂസോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് വെച്ച് ഒരുപാട് പേരെ അങ്ങനെ വെട്ടി വെട്ടി കൊല്ലുകയാണ്. അതേസമയം ഹിറ്റാച്ചി അവന്റെ ഫയർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് പേരെ കത്തിക്കരിക്കും. അത് കണ്ട് ഫോർത്ത് മിസുകാകെ ആള് വെറുതെ ഇരിക്കില്ല. അടുത്ത സെക്കൻഡില് ഇപ്പൊ ടെയിൽഡ് ബീസ്റ്റ് മോഡിലേക്ക് മാറി ഹിറ്റാച്ചിയെയും ജൂസോയെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ജൂസോ പറയാ, ആ 3 ടൈൽ മോൺസ്റ്റർ അത് ഈ മിസുകായുടെ ബോഡിയിലാണ്. നമുക്ക് ഈ മോൺസ്റ്ററിനെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടുകയും വേണം. സോ നമ്മൾ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് നിന്ന് പരിശ്രമിച്ചാൽ മാത്രമേ ഇത് രണ്ടും പോസിബിൾ ആവൂ. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കറക്റ്റ് സമയത്ത് 3 ടൈൽ അതിപ്പോ ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യും. ഉടനെ ഹിറ്റാച്ചി അവൻ വലിയൊരു ക്രിസ്റ്റലിന്റെ ഉള്ളില് അങ്ങനെ പെട്ടുപോകും. ജൂസോയ്ക്കാണെങ്കിൽ ടെൻഷനാവും. അവൻ ഓടി വന്ന് ആ ഒരു ക്രിസ്റ്റല് അത് തകർത്തില്ലാതാക്കും. അതേസമയം ആ 3 ടൈൽ അത് ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് ജൂസോയ്ക്ക് നേരെ വലിച്ചെറിയും. ആ ഒരു അറ്റാക്കില് ജൂസോയുടെ ബ്ലേഡ് അത് രണ്ടായി തകരും. മാത്രല്ല ജൂസോയ്ക്കും നല്ല രീതിയിൽ പരുക്ക് പറ്റും. ജൂസോ നിലവിളിച്ച് പറയും, ഹിറ്റാച്ചി ഓടിക്കോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ 3 ടൈൽ അത് വീണ്ടും ഇപ്പൊ ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. അവന്റെ ആമത്തറാസ് ഫയർ അതുപയോഗിച്ച് 3 ടൈലിനെ മുഴുവനായിട്ടും അങ്ങനെ കത്തിയായിരിക്കും. ജൂസോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ ചോദിക്കും, എന്താ ഇതെന്തു പവറാ? അതിന് ഹിറ്റാച്ചി പറയും, ഇതെന്റെ മങ്കിക്കു ശരീരം കണ്ണിന്റെ ഒരു പ്രത്യേക പവറാണ്, ആമത്തറാസ് ഫയർ. ജൂസോ പറയും, എന്നെ കൊണ്ട് രക്ഷപ്പെടാനായിട്ടാവില്ല. സോ ഹിറ്റാച്ചി, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ആരുടെങ്കിലും കണ്ണിൽ പെട്ടാൽ വീണ്ടും അത് അപകടമായിരിക്കും. ഹിറ്റാച്ചി ഉടനെ അവന്റെ തകർന്നുപോയ സ്ക്വാഡ് അതവന്റെ കയ്യിൽ വെച്ചു കൊടുക്കും. അടുത്ത സെക്കൻഡ് അവൻ മരണപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അക്കാസ്കി ടീം കാണിക്കും. ജൂസോ മരിച്ചുപോയ വാർത്ത അറിഞ്ഞ് എല്ലാവരും ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും കാഗസു അവൻ പറയാ, എന്റെ പാർട്ട്ണറും കൊല്ലപ്പെട്ടു. ഞാൻ മിഷന്റെ ഇടയിൽ ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ചു. പക്ഷെ എന്റെ അറ്റാക്കിനിടയിൽ അവൻ പെട്ടുപോയി. സോ സ്പോട്ടിൽ വെച്ച് തന്നെ അവനും മരണപ്പെട്ടു. അങ്ങനെ 2 ടീംമേറ്റ്സിനെ നഷ്ടപ്പെട്ട് അക്കാസ്കി ടീം എല്ലാവരും ഒരുപാട് വിഷമത്തില് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ പെയിൻ അവൻ കാഗസുവിനോട് ചോദിക്കും, കാഗസു, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഹിറ്റാച്ചിയുടെ ടീമിൽ ചേരാം. പക്ഷെ കാഗസൂനും ഹിറ്റാച്ചിക്കും അത് തീരെ ഇഷ്ടാവില്ല. അത് മനസ്സിലാക്കിയ പെയിൻ ആള് പറയും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവർ രണ്ടുപേരും സിംഗിൾ ആയിട്ട് നിൽക്കട്ടെ. അക്കാസ്കി ടീമിലേക്ക് ഇനിയും മെമ്പേഴ്സ് വരും. അപ്പൊ നമുക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പേരുകളെ കൊടുക്കാം. അടുത്ത സീനില് ഹിറ്റാച്ചിയും ഒറോച്ചിമാറും അവർ രണ്ടുപേരും അങ്ങനെ ക്രോസ് ചെയ്ത് പോവും. ഒറോച്ചിമാർ ഉടനെ അവന്റെ സ്നേക്കിനെ വെച്ച് ഹിറ്റാച്ചി അങ്ങനെ ലോക്ക് ചെയ്യും. ഒറോച്ചിമാർ പറയും, എറ്റേണൽ ലൈഫ് അതെന്താണെന്ന് നിനക്കറിയോ? ഈ ഒരു ബോഡി അത് ശരിക്കും സൂപ്പറാണ്. ഇതെനിക്ക് കിട്ടുകയാണെങ്കിൽ എറ്റേണൽ ലൈഫ് എനിക്ക് അടിപൊളിയായിട്ട് ജീവിച്ച് തീർക്കാനായിട്ട് കഴിയും. അപ്പോഴേക്കും ഹിറ്റാച്ചി അവൻ ഒറോച്ചിമാറുവിനെ ഒരു ഗെഞ്ചിപ്സുവിലേക്ക് കൊണ്ടുപോകും. ഗെഞ്ചിപ്സുവില് അവൻ ഒറോച്ചിമാറുവിനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് അങ്ങനെ വീഴ്ത്തിയിരിക്കുകയാണ്. ഒറോച്ചിമാറു ആണെങ്കിൽ ആ ജിപ്സ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി ഒറോച്ചിമാറുവിന്റെ കയ്യില് വെട്ടി പരിക്കേൽപ്പിക്കും. അപ്പോഴേക്കും കബൂട്ടോ അവൻ ചാടി വീണ് ഹിറ്റാച്ചിയെ പേപ്പർ ബോംബ് വെച്ച് അറ്റാക്ക് ചെയ്യും. അടുത്ത സെക്കൻഡ് ഹിറ്റാച്ചി അവിടുന്ന് ഇൻവിസിബിളായി രക്ഷപ്പെട്ടു പോവും. അടുത്ത സീനില് ഇപ്പൊ സാസുരി പറയും, ഒറോച്ചിമാറു അവൻ നമ്മളെല്ലാവരും ചീറ്റ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു. അവനിൽ നിന്ന് ഓൾറെഡി ഞാനിത് പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ ഗ്യാപ്പില് ഇപ്പൊ ഒബീട്ടോ അല്ലെങ്കിൽ ടോബി അവനിപ്പോ അവിടേക്ക് വരും. അവൻ പറയും, ഇന്നു മുതൽ നിങ്ങളുടെ ടീമില് ഞാനൊരു മെമ്പർ ആവാം. പക്ഷെ പെയിൻ ആണെങ്കിൽ അതിന് അനുവദിക്കില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹിറ്റാച്ചി അവൻ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും അവന്റെ പുതിയ പാർട്ട്ണറായി കിസാമി അവന്റെ അടുത്തേക്ക് വരിക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.